ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ വീട്ടിൽ കറി വെക്കാനൊന്നും കിട്ടാത്ത ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് കറിയൊക്കെ ഒപ്പിച്ചെടുക്കുമല്ലോ. അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ദിവസം ഞങ്ങൾ ഒപ്പിച്ചെടുത്തൊരു തട്ടിക്കൂട്ട് കറിയാണിത്. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എൻ്റെ കയ്യിലുള്ളത് തന്നെ നമ്മുടെ താരം മുരിങ്ങേൻ്റെ ഇലയാണ്. പരിപ്പൊക്കെ കറി വെച്ചാൽ മുരിങ്ങേൻ്റെ ഇല രാജാവ് തന്നെയാണ്. പക്ഷേ ഇത് ഊരുന്ന കാര്യത്തിലാണ് കുറച്ച് ടാസ്ക്. ഇത് ഊരിയെടുക്കാൻ ഭയങ്കര മടിയാണെന്ന് വിചാരിച്ചിട്ട് നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ചെയ്യല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ചോറും കറികളൊക്കെ ടേബിളിൽ അങ്ങോട്ട് സെറ്റാവും. നമുക്കൊന്ന് പോയി കൈ കഴുകി ഉണ്ണേണ്ട പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത്രയും വലുതായപ്പോഴാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ബുദ്ധിമുട്ടും എത്രത്തോളം കഷ്ടപ്പാടുണ്ടോ ഓരോന്ന് ചെയ്യാൻ. ഹൗസ് വൈഫാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. ഹൗസ് വൈഫ് വീട്ടിൽ എന്തെല്ലാം ജോലികൾ ചെയ്യുന്നുണ്ട്. ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും അതിൻ്റെ പിന്നിൽ എന്തോരം പണികളുണ്ടെന്നൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത്. എല്ലാവരും അമ്മയും ഞാനും എല്ലാവരും കൂടെയാണ് ഈ പണി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വല്ലാതെ അറിയില്ല. എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ പണിയെടുക്കുമ്പോൾ അങ്ങനെ പണീൻ്റെ ഭാരം അറിയില്ല എന്നൊക്കെ പറഞ്ഞു വെക്കാമല്ലോ. അങ്ങനെ ആയതുകൊണ്ട് വല്ലാതെ അറിയുന്നില്ല. പണ്ടുള്ള നമ്മുടെ മുത്തശ്ശിമാരും അമ്മമ്മമാരും അമ്മച്ചന്മാരൊക്കെ ഉള്ള വീടുകളിലവർ പറയുമല്ലോ, അടുക്കളത്തോട്ടത്തിൽ എന്തെങ്കിലും കരിവേപ്പ്, അതുപോലെ ചീനമുളക്, കറുമൂസ, മുരിങ്ങേൻ്റെ ഇല അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടാത്ത ദിവസമോ കറി വയ്ക്കാൻ ഒന്നും കിട്ടാത്ത ദിവസങ്ങളിൽ നമുക്കതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് അന്നത്തെ ഒരു ദിവസം ഒപ്പിച്ച് പോകാനുള്ളതൊക്കെ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഒപ്പിക്കാമെന്ന്. ഇന്നിപ്പോൾ മുരിങ്ങേൻ്റെ ഇല എടുത്ത് കറി വെക്കുമ്പോൾ എനിക്ക് ആ നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. ആദ്യം ഒരു മിക്സീൻ്റെ ജാറിലോട്ട് തേങ്ങയും ജീരകവും ഉള്ളിയും വെള്ളവും ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക. എന്നിട്ടൊരു കുക്കറിലോട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിപ്പും പച്ചമുളക്, തക്കാളി, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇവ ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. വേവിച്ചെടുത്ത് വരുമ്പോൾ അതിലോട്ട് നമ്മുടെ മുരിങ്ങേൻ്റെ ഇല കഴുകി അതിൻ്റെ മണ്ണും കാര്യങ്ങളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് ഊറ്റി വെച്ചിട്ടുണ്ടാവും. ആ ഊറ്റി വെച്ചത് ഈ വെന്തുടഞ്ഞ പരിപ്പിലോട്ട് നമ്മളങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട്, മുരിങ്ങേൻ്റെ ഇലയ്ക്ക് വല്ലാതെ വേവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പരിപ്പ് വെന്തുടനെ തന്നെ അങ്ങോട്ട് ചേർക്കുക. മുരിങ്ങേൻ്റെ ഇല ഒന്ന് വാടി വരുമ്പോഴേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ സംഭവങ്ങളുണ്ടല്ലോ, തേങ്ങേൻ്റെയും ജീരകത്തിൻ്റെയും ഉള്ളീൻ്റെ ഒക്കെ അത് അരച്ച് വെച്ച സംഭവം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതിൻ്റെ പണി കഴിഞ്ഞു. തേങ്ങ വല്ലാണ്ട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇറക്കി വയ്ക്കാവുന്നതാണ്. നമ്മുടെ ഈ ഗ്യാസ് അടുപ്പ് ഇരിക്കുന്നിടത്ത് ജനാലിൻ്റെ കൂടെ നോക്കിയാൽ നല്ല ഹരിതാപമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ 2 ജനാലൊക്കെ തുറന്നിട്ട് ആ പച്ചപ്പും ഹരിതാപമൊക്കെ ആസ്വദിച്ച് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടാ. ഇനി നമുക്ക് അതിലോട്ട് അങ്ങോട്ട് വറുത്തിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് താളിക്കും കൂടെ ചെയ്താൽ നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടുമിക്ക ദിവസങ്ങളിലൊക്കെ മീൻ കിട്ടാത്ത ദിവസം നമ്മളിതൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാറ്. എല്ലാവരും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അടുക്കളപ്പുറത്തുണ്ടെങ്കിൽ അതൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ച് ഒന്നും കിട്ടാത്ത ദിവസം കറിയൊക്കെ വെക്കുന്നതല്ലേ എല്ലാവരുടെയും ഒരു രീതി. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.